പ്രഭാത കേരളത്തിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ന്യൂസ് 18 ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. കോഴിക്കോട്ട് നിന്നാണ് മംഗലാപുരം ബൽത്തങ്ങാടിയിൽ PV അൻവർ MLA ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഭൂമി കർണാടക സർക്കാരിൻ്റെതാണെന്ന രേഖകൾ. 2.5 കോടി രൂപയ്ക്ക് അൻവർ വാങ്ങിയ ഭൂമിയിലാണ് ക്രഷർ പ്രവർത്തിക്കുന്നതെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തട്ടിപ്പാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർണാടക സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമി ചൂണ്ടിക്കാട്ടിയാണ് അൻവർ 50 ലക്ഷം തട്ടിയതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖ. ആദ്യം ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലേക്ക്. ബൽത്തങ്ങാടി താലൂക്കിലെ മാൾഡോത്ത് കാരായിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റ് PV അൻവർ MLA സാക്ഷ്യപ്പെടുത്തി 2021 ഡിസംബർ 28 ക്രൈംബ്രാഞ്ച് മഞ്ചേരി CJM കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണിത്. കാസർഗോഡ് സ്വദേശി K ഇബ്രാഹിമിൽ നിന്ന് 2011 നവംബറിൽ അൻവർ 2.5 കോടിക്ക് വാങ്ങിച്ചതാണ് ക്രഷർ നിൽക്കുന്നതുൾപ്പെടെ 26 ഏക്കർ സ്ഥലമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ അൻവറിന് ക്രഷർ നടത്താൻ കർണാടക സർക്കാർ നൽകിയ അനുമതി ഇങ്ങനെയാണ്. മാൾഡോത്തുള്ള 1 ഏക്കർ 60 സെന്റ് സ്ഥലം PV അൻവറിന് ക്രഷർ നടത്താൻ പാട്ടവ്യവസ്ഥയിൽ നൽകിയതാണെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ സ്റ്റോൺ ക്രഷർ അതോറിറ്റി ചെയർമാൻ നൽകിയ ഉത്തരവിലുണ്ട്. തണ്ണീരുബന്ധ പഞ്ചായത്തിന്റെ റിപ്പോർട്ടും അൻവറിന്റെ ക്രഷർ ഉള്ളത് പാട്ടഭൂമിയിലാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. തുർക്കളികെ ക്രഷർ യൂണിറ്റ് നടത്തിയിരുന്നത് K ഇബ്രാഹിം ആയിരുന്നു. പിന്നീട് KE സ്റ്റോൺ ക്രഷർ എന്ന പേരിൽ PV അൻവർ MLA ഭൂമി പാട്ടത്തിനെടുക്കുകയായിരുന്നു. ഈ ക്രഷർ യൂണിറ്റ് കാണിച്ചാണ് അൻവർ മലപ്പുറം സ്വദേശി നടുത്തൊടി സലീമിൽ നിന്ന് 50 ലക്ഷം തട്ടിയത്. അൻവറിന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രൈംബ്രാഞ്ച് മലപ്പുറം DYSP ആയിരുന്ന വിക്രമന്റെ നേതൃത്വത്തിലാണ്. കർണാടക സർക്കാരിന്റെ ഭൂമി തന്റെ ഭൂമിയാണെന്ന് കാണിച്ചാണ് PV അൻവർ MLA തട്ടിപ്പ് നടത്തിയത്. MLA തട്ടിപ്പിന് ക്രൈംബ്രാഞ്ചും കൂട്ടുനിന്നുവെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. എന്തായാലും ഈ വാർത്തകൾ, തട്ടിപ്പുകളുടെ വാർത്ത കേട്ടാൽ നമുക്ക് വെറുതെ ഞെട്ടാം, അല്ലെങ്കിൽ പാവം ജനങ്ങൾ ഞെട്ടാം എന്നല്ലാതെ അൻവറിന് കുലുക്കമുണ്ടാവാൻ സാധ്യതയില്ല. ഇന്ന് ഇതിന് പ്രതികരണമായി അദ്ദേഹം എന്ത് തമാശയാവും ഫേസ്ബുക്കിൽ കുറിക്കുക എന്ന് നമുക്ക് നോക്കാം. പക്ഷേ വിനേഷ് കുമാർ, ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ വിനേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. വിനേഷിനോടാണ് നമുക്ക് ചോദിക്കേണ്ടത്. വിനേഷ്, ഞെട്ടിക്കുന്ന വിവരമാണ്, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരമാണ്. ഇതേ ഭൂമി പണയം വെച്ച അല്ലെങ്കിൽ ഈട് നൽകിയാണോ ഇദ്ദേഹം വായ്പ എടുത്തിരിക്കുന്നത്? അതാണോ ഈ വാർത്തയിൽ പറയുന്ന 50 ലക്ഷത്തിന്റെ കണക്ക്? അതുപോലെ തന്നെ ഈ മൊത്തം സംവിധാനത്തെയും നോക്കുകുത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. എന്തൊക്കെയാണ് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ? എന്താണ് ഈ തട്ടിപ്പിന്റെ ഒരു നാൾ വഴി? വിനേഷ്, ഗുഡ് മോർണിംഗ് പ്രദീപ് ആൻഡ് ആര്യ. എന്തായാലും PV അൻവറിൻ്റെ തട്ടിപ്പുകൾ പുതിയ കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ED അൻവറിനെ 2-3 ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് ഈ ബൽത്തങ്ങാടിയിലുള്ള ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതിൽ കള്ളപ്പണം ഇറങ്ങി എന്നുള്ളൊരു സംശയം, ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ അതിലെ മറ്റൊരു തട്ടിപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഇവിടെ 26 ഏക്കർ ഭൂമി തനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ PV അൻവർ MLA മലപ്പുറം സ്വദേശിയായ നടുത്തടി സലീമിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിച്ചത്. ഇതിൽ അവകാശം, അതായത് പങ്കാളിത്തം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടാണ് 2015 ഇതിൽ നിന്ന് ലാഭമൊന്നും കിട്ടാതെ ആയപ്പോഴാണ് സലീം പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഭൂമി പിന്നീടാണ് ഇത് K ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ കൈവശമാണ് ഈ ഭൂമി. അതായത് കൈവശമല്ല, അയാൾ പാട്ടത്തിന് ക്രഷർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തുർക്കളികെ ക്രഷർ യൂണിറ്റ് എന്ന പേരിൽ എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് സലീമിന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അൻവർ KE സ്റ്റോൺ ക്രഷർ എന്ന പേരിലേക്ക് ഈ സ്ഥലം, അതായത് ഈ ഭൂമി അൻവർ പാട്ടത്തിനെടുത്ത് നടത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ അൻവറിന് ഇവിടെ ഈ 26 ഏക്കർ പോയിട്ട് 1 ഏക്കർ പോലും ഭൂമിയില്ല എന്നുള്ളതാണ് ഏറ്റവും
ഏറ്റവും വലിയ ഇതിലെടുത്തു പറയേണ്ട കാര്യം. പക്ഷേ അൻവർ ഈ നടത്തിയിരിക്കുന്ന തട്ടിപ്പെല്ലാം തന്നെ ഇവിടുത്തെ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ച രേഖകൾ അനുസരിച്ചാണെങ്കിൽ ഇത് തണ്ണീരുബന്ധ പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ്. കാരായ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഈ സ്ഥലം 1 ഏക്കർ 60 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. ഇത് ക്രഷർ നടത്താൻ വേണ്ടി കർണാടക സർക്കാർ പാട്ടത്തിന് കൊടുത്തു എന്നാണ് ഈ രേഖകൾ പറയുന്നത്. പക്ഷേ അൻവർ നടത്തിയിരിക്കുന്നത് വലിയ തട്ടിപ്പാണ്. നമുക്കറിയാം, നമുക്കിതിലുള്ളൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഇത് എൻ്റെ ഭൂമിയാണ്, ഇതിൽ നിന്ന് ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ ഇതിൽ പങ്കാളിത്തം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും ഫ്രോഡായ ആളുകളും അല്ലെങ്കിൽ അത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു നിലവാരത്തിലേക്ക് കേരളത്തിൽ ഒരു MLA തരം താഴ്ന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അയാളുടെ തട്ടിപ്പുകൾ പുതിയ കാര്യമല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി അയാൾ നടത്തുന്ന തട്ടിപ്പുകളും നിയമലംഘനങ്ങളും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അതിലും വലിയൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിലും വലിയൊരു തട്ടിപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിന് ക്രൈംബ്രാഞ്ച് കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഈ ക്രഷർ യൂണിറ്റ് നടത്താനായിട്ട് കർണാടക സർക്കാരിന്റെ അനുമതി പത്രം അദ്ദേഹത്തിനുണ്ട്, അല്ലെ? ക്രഷർ യൂണിറ്റ് നടത്താനായി രേഖാമൂലം തന്നെ പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. പക്ഷെ ആ ഭൂമിയാണ് തൻ്റേത് എന്ന് അവകാശപ്പെട്ട് മറ്റൊരാളിൽ നിന്ന് അദ്ദേഹം 50 ലക്ഷം രൂപ വാങ്ങിയത്. അപ്പോൾ ഈ പണത്തിന്റെ വരവും അതിന്റെ ഉറവിടവും ഒക്കെ ആവാം ED ഇതിലേക്ക് ആകർഷിച്ചത്, അല്ലേ? തീർച്ചയായും പ്രദീപ്, അങ്ങനെ തന്നെയാണ്. ഇയാൾക്ക് 5 വർഷത്തിനാണ് ഇപ്പോൾ ഇത് പാട്ടകാലാവധി 5 വർഷമാണ്. 2018 ഇത് സംബന്ധിച്ചുള്ള 2018 മാർച്ചിലാണ് ഇത് പാട്ടത്തിനെടുത്തത് ഈ ഭൂമി നടത്താൻ. ഇതിപ്പോൾ ഈ 2023 മാർച്ച് 31 അൻവറിന്റെ ഈ പാട്ടകാലാവധി കഴിയും. ഒരുപക്ഷെ അൻവറിന് പുതുക്കി ലഭിക്കുമോ അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ഈ ഭൂമി പൂർണ്ണമായും കർണാടകയുടെയാണ്. കർണാടകയിൽ നിന്ന് ഈ പ്രദേശം, അതായത് ഈ സർവേ നമ്പറിൽ പറയുന്ന സ്ഥലമെല്ലാം തന്നെ സർക്കാരിന്റെ ഭൂമിയാണ്. ഇവിടെ ഒരിക്കലും അൻവറിന് സർക്കാർ ഭൂമി കിട്ടാൻ സാധ്യതയില്ല. ഒന്നില്ലെങ്കിൽ കയ്യേറണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്വന്തമാക്കണം. ആ നിലവിലെ സാഹചര്യത്തിൽ ഇത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊന്നും അൻവറിന് സർക്കാരിന്റെ ഭൂമി പണം കൊടുത്ത് വാങ്ങാനുള്ള ഒരു സാധ്യതയുമില്ല ഈ സർവേ നമ്പറിൽ. പക്ഷേ ഈ സർവേ നമ്പർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തത്. എന്തടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ക്രൈംബ്രാഞ്ച് പോലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് ഇത്തരത്തിൽ അൻവറിന് വേണ്ടി തരം താഴ്ന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അതായത് 2021 ഇത് സംബന്ധിച്ച് മഞ്ചേരി CJM കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് അൻവറിന് ഇവിടെ 26 ഏക്കർ സ്ഥലമുണ്ട്, ഇയാളും നടുത്തടി സലീമും 2 പാർട്ട്ണർമാർ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്, അത് അത്ര ഗൗരവമുള്ളതല്ല എന്നായിരുന്നു കോടതിയെ അറിയിച്ചിരുന്നത്. ആ റിപ്പോർട്ടിൽ 26 ഏക്കർ എന്ന് അൻവറിന് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ, കർണാടകയിൽ നിന്നുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ അൻവറിന് 1 സെന്റ് സ്ഥലം പോലും അവിടെ സ്വന്തമായില്ല. പകരം അൻവർ സർക്കാർ ഭൂമി ചൂണ്ടിക്കാണിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിന് ക്രൈംബ്രാഞ്ച് കൂട്ടുനിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രദീപ്.